ജോർജ് ചേട്ടൻ ഒന്ന് ഇന്നസെന്റിന്റെ ഇപ്പൊ നമ്മൾ പറഞ്ഞതിനപ്പുറം കാസറ്റിലെ ശബ്ദവും പ്രസംഗിക്കുമ്പോഴുള്ള ശബ്ദവും ഒന്ന് അവതരിപ്പിക്കാമോ? എന്റെ ഈശ്വര, ഞാൻ വന്നു, ഈ ഓണത്തിന് വന്നു. നിങ്ങളെയൊക്കെ കാണാനും നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാനും എല്ലാ കാര്യത്തിനുമായിട്ട് ഞാൻ വന്നു. ആരെവിടെ, എന്താ അവിടെ പ്രശ്നം? മുല്ലപ്പെരിയാർ ഡാമിന് പ്രശ്നമൊന്നുമില്ലല്ലോ, ഇപ്പൊ പൊട്ടും നാളെ പൊട്ടും എന്ന് പറഞ്ഞു നടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി. അദ്ദേഹം പ്രസംഗിക്കുന്ന ശൈലിയും ശബ്ദവും. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഈ ആളുകളെയൊക്കെ കാണുമ്പോൾ എനിക്കൊരു കൊതി തോന്നുകയാണ്. ഓർമ്മയിലെന്നും എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലൊക്കെ എന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം, അതിൻ്റെ പുറത്ത് എനിക്കൊന്നുമില്ല. ഇതിൻ്റെ ആളുകൾ നല്ല രീതിയിൽ കാണുമ്പോൾ അതൊക്കെയാണ് എൻ്റെ സന്തോഷം. ബാബുവിനെ കാണാൻ സാധിച്ചു, മുകേഷിനെ കാണാൻ സാധിച്ചു, പിന്നെ ഇതിൻ്റെ അവതാരകനായിട്ടുള്ള രമേശ് പിഷാരടിനെയും എനിക്ക് കാണുവാൻ സാധിച്ചു. ഇപ്പോഴും നിങ്ങൾ എന്നെ ഓർത്തതിൽ എനിക്കൊരുപാട് സന്തോഷം. ഈ ഇന്നസെന്റ് ഏട്ടൻ പുസ്തകങ്ങൾ എഴുതി തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, സത്യേട്ടൻ നേരത്തെ പറഞ്ഞു വൈക്കം മുഹമ്മദ് ബഷീർ. ശരിയാണ്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇന്നസെന്റ് ഏട്ടൻ എഴുതാനുള്ളൊരു കഴിവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇവിടെ ഒന്നും നിൽക്കില്ലായിരുന്നു കേട്ടോ. അത്രമാത്രം കഥകളും. അല്ല, അത് ഭാവിച്ചേട്ട കഴിവില്ലാത്തതായിരിക്കില്ല, താല്പര്യമില്ലാത്ത. അല്ല, ഒരു ഘട്ടത്തിൽ അല്ലേ, ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി പുസ്തകങ്ങളുടെ ഒരു വാല്യൂ പുള്ളിക്ക് മനസ്സിലായത്. ഇപ്പൊ ക്യാൻസർ വെള്ള ചിരി എന്ന് പറഞ്ഞ പുസ്തകം എത്രയോ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തു. അത് പഠിപ്പിലേക്ക് എനിക്ക് അതിലൊരു 4 പേജ് എന്നെ കുറിച്ച് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് ഒരു വലിയ അഭിമാനമുള്ള കാര്യമാണ്. കാരണം എന്നോടുള്ളൊരു കോൺഫിഡൻസ് പുള്ളിക്ക്. കാരണം ഏതൊരു വെളുപ്പാങ്കാലത്ത് പുള്ളി ശ്രീകാന്താണത് റീറൈറ്റ് ചെയ്തേക്കണം. അപ്പോൾ മഹാറാണി ഹോട്ടലിൽ ഇങ്ങനെ പുള്ളി അപ്പം സുഖമില്ലാത്ത സമയമാണ്, ഇതൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഉറക്കം ഇല്ലാതെ ഇങ്ങനെ എനിക്ക് നടക്കുന്നു. അപ്പോൾ ശ്രീകാന്ത് പുള്ളി കണ്ടിട്ടൊന്ന് നോക്കി, കുഴപ്പമൊന്നുമില്ലല്ലോ. പുള്ളി വെറുതെ ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് പുള്ളി ഫോൺ, അപ്പോൾ ലൈറ്റ് ഇടാതെ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കിയാൽ അപ്പോൾ ലോകത്തൊറ്റ നമ്പർ പുള്ളിക്ക് കാണാപ്പാടാറ്. പുള്ളി നമ്പർ പുള്ളിക്ക് അറിയില്ല, വീട്ടിലെ നമ്പർ, എൻ്റെ നമ്പർ പുള്ളി കാണാപ്പാടാ. അങ്ങനെ മറ്റുള്ളവർക്ക് എന്ത് പുലിവാലുണ്ടെങ്കിൽ എൻ്റെ നമ്പർ പറഞ്ഞു കൊടുക്കും പുള്ളി. പലപ്പോഴും പുലിവാലാണായിട്ട് തിരിച്ചടിക്കുക. അപ്പോൾ ഈ നമ്പർ പുള്ളി എടുത്ത് ഡയൽ ചെയ്തിട്ട് പുള്ളി ചോദിച്ചു. അപ്പോൾ 4:30 മണിക്ക് 5 മണിക്കാണ് ഒരു കാര്യം സംസാരിച്ചു, അത് വെച്ചു, ആൻസർ കിട്ടി, പുള്ളി ഫോൺ വെച്ച് കിടന്നു. അപ്പോൾ രാവിലെ അന്ന് ഇന്നസെൻ്റ് അടുത്ത് ലേറ്റ് ആയിട്ട് എനിക്ക്. അപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു എന്ന് പറഞ്ഞു, എന്താണ് ഈ വെളുപ്പാങ്കാലത്ത് ഇങ്ങനെ ഫോൺ ചെയ്ത് ആർക്കാണെന്ന് ചോദിച്ചു. ഞാൻ അവനെ വിളിച്ചാടാ, ഇന്ന ഇടവേള വിളിച്ചതാ. അല്ല, എനിക്കൊരു കാര്യം ഇങ്ങനെ മനസ്സിലിങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. അവൻ ഏത് രാത്രി വിളിച്ചാലും ഫോൺ എടുക്കും, എനിക്കതിൻ്റെ ആൻസറും കിട്ടി, ഞാൻ സുഖമായിട്ട് കിടന്നു തുടങ്ങി. അപ്പോൾ അതാണ് പുള്ളിയിൽ എന്നുള്ളൊരു വിശ്വാസം. പിന്നെ ഞങ്ങൾ തമ്മിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്നാൽ മതി. ഇപ്പം പല മീറ്റിങ്ങുകൾക്ക് അറിയാം, പ്രൊഡ്യൂസർ അസോസിയേറ്റ് മീറ്റിംഗ് പോലത്തെ നല്ല ഫൈറ്റുള്ള സമയത്ത്. അപ്പോൾ നമ്മളൊന്നും പ്രിപ്പയർ ചെയ്തല്ല പോണേ. പക്ഷെ അവരൊരു സാധനം ഇട്ട് തരുമ്പോൾ ഞാനൊന്ന് ഇന്നസെൻ്റ് ഉണ്ടെങ്കിൽ മുഖത്തേക്ക് നോക്കിയാൽ ഇന്നസെൻ്റ് മനസ്സിലായത് കുഴപ്പമാണെന്ന് മനസ്സിലാവും. നമ്മൾ പറയുന്നില്ല, ചിരിച്ചിട്ടന്നെ തോന്നുന്നത്. ഇങ്ങനൊരു ഞങ്ങൾ തമ്മിലൊരു വലിയ അന്തർധാര വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നസെൻ്റിൻ്റെ ആ രോഗത്തിൻ്റെ ഘട്ടങ്ങൾ നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്ന ഒരാളാണ് ഞാൻ. അവസാനം അദ്ദേഹം ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് ഏകദേശം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനി ഒരു തിരിച്ചു വരവ് എനിക്കില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി എന്നെ ഉണ്ട്. പക്ഷെ 2 കാര്യങ്ങൾ ഞാൻ പലയിടത്തും പറഞ്ഞ കാര്യമാണ് തന്നെ. 2 കാര്യങ്ങളാണ് പുള്ളി എന്നെ അന്ന് പറഞ്ഞ കാര്യങ്ങൾ. എനിക്ക് വേണ്ടി ഒരു സ്ഥലത്ത് പിരിവ് നടത്തരുത്, എന്ത് ഘട്ടം വന്നാലും. അത് ചിലപ്പോൾ സോനുവിന് തീരുമാനം എടുക്കാൻ പറ്റില്ല, പക്ഷെ നീ അവിടെ തീരുമാനം എടുക്കണം. ഒരു സ്ഥലത്തും കൈ നീട്ടാൻ പറ്റും. അതിനൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാ, ധൈര്യം വേണ്ടിയിരുന്നു, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അങ്ങ് ഭയങ്കരമായിരുന്നു. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തെ മാന്യമായിട്ട് തിരിച്ചത്. കാരണം എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഇന്നസെൻ്റ് നമ്മൾ ഒരുപാട് ഇവൻറ്റ് ചെയ്യുന്ന ആളാണ്. 50ാമത്തെ സിനിമ വർഷം ഇരിങ്ങാലക്കുടയിൽ ആഘോഷിക്കുന്നത് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്താണ് കോവിഡ് വരുന്നതും ഒക്കെ മാറിപ്പോകുന്നത്. പക്ഷേ അതുപോലൊരു യാത്ര ഇപ്പം അദ്ദേഹത്തിന് നൽകാൻ സാധിച്ചു എന്നുള്ള ഒരു പക്ഷേ കേരളം കണ്ടൊരു 4-5 യാത്രയപ്പിൽ ഒരു യാത്രയപ്പായിട്ട് അത് മാറി. വളരെ വലുതായിരുന്നു, അത് പറ്റിയെടുക്കാൻ സാധിച്ചു. അത് അതിനുവേണ്ടി കാരണം സോനു ഈ മരണം ഇങ്ങനെ ഒരു 5-6 ദിവസം നീണ്ടു നിന്നപ്പോൾ സോനു എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു, ചേട്ടൻ എന്ത് തീരുമാനം എടുത്തോ അതാണ് തീരുമാനം, അല്ലാണ്ട് അതിൽ വേറെ ആര് പറയുന്നതും കേൾക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. ആ ഒരു അധികാരം എനിക്ക് തന്നതുകൊണ്ട് പൂർണ്ണമായിട്ട് അത് ഭംഗിയായിട്ട് യാത്ര ചെയ്യാൻ. ഇപ്പോഴും ഇന്നസെൻ്റിൻ്റെ കുഴിമാടത്തിൻ്റെ കൂടെ ആളുകളൊന്നും കൊണ്ടറിയോ?
അതൊരു ഞാനും പല നമ്പറുകൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് കളയും. പക്ഷെ ഇപ്പോഴും ഇന്നസെന്റ് ഇപ്പൊ പല കാര്യങ്ങൾ തീരുമാനം അയ്യോ ഇന്നസെന്റ് പറഞ്ഞില്ലല്ലോ എന്ന് നമുക്ക് എവിടെയോ തോന്നും. അപ്പോഴാ അയ്യോ ഇന്നസെന്റ് പോയി എന്ന് നമുക്ക് മനസ്സുകൊണ്ട് ഇപ്പോഴും തോന്നുന്നില്ല. ചില സിനിമയിൽ പോയി ഇന്നസെന്റ് അഭിനയിക്കും, നമുക്ക് തന്നെ അറിയാം അത് ഭയങ്കര കുഴപ്പമെന്ന്, ഒരു രക്ഷയില്ലാത്ത പട, മനുഷ്യന്റെ അറിയ കഥ. അപ്പോ നമ്മൾ ഇന്നസെന്റ് ചോദിക്കുക എന്തിനാ ഇന്നസെന്റ് ആ പടത്തിൽ മമ്മൂട്ടി മോഹൻലാലിനെ മുകേഷ് പടത്തിൽ വെച്ച് എന്റെ തല ഒരു സ്റ്റാമ്പ് സൈസിൽ അടിയിൽ വരും. ഇത് കേരളം മുഴുവൻ എന്റെ പോസ്റ്റർ അല്ലടാ. ഓടിയില്ലെങ്കിൽ എന്താ പോസ്റ്റർ, ഞാൻ കാശ് കൊടുത്ത് അങ്ങനെ പോസ്റ്റർ അടിക്കാൻ പറ്റും. അങ്ങനെയും അതിനെ ഹ്യൂമറായിട്ട് കാണുന്ന ഒരാൾ.